ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഇത് ജസ്ന എല്ലാവരും സംസാരിക്കുന്ന വിഷയമാണ് കപട കൃഷ്ണഭക്തി എന്നുള്ളൊരു സബ്ജക്റ്റിനെ പറ്റിയാണ്. എന്നാൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാര്യം ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. കൃഷ്ണനെ ഭജിക്കണോ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭജിക്കണോ ക്രിസ്തുവിനെ ഭജിക്കണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ഒന്ന് രണ്ട് തെറ്റുകളുണ്ട്. ഒന്ന്, ഇവർ ഈ പറയുമാതിരി മറ്റ് മതങ്ങളെ മോശം പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ ഭജിക്കേണ്ട ഒരാവശ്യവും അവർക്കില്ല. അവരെ സൈബർ ബുള്ള് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലായാലും അതും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരൊരു കൂട്ടരെ ഇതേ കണക്ക് മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടര് മൊത്തം മോശക്കാരാണെന്ന് പറയുന്നത്, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ മതങ്ങളെല്ലാവരും ഒരു അടിസ്ഥാനപരമായിട്ട് ഓരോ കാലഘട്ടത്തിന് വേണ്ടിയാണ് ഉണ്ടായത്. എല്ലാ മതങ്ങളും അങ്ങനെയാണ്. എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. കുറേ ആൾക്കാരെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടെ നടത്തിയ സംഭവങ്ങളാണ്. പക്ഷേ അത് വരും കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടം കഴിഞ്ഞു. എന്നിട്ടും അതിപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്ന വിഡ്ഢികളോട് എനിക്കൊന്നും പറയാനില്ല. കാര്യം അതൊക്കെ ചുമക്കുന്ന അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ ഓരോ മതങ്ങളും നേർവഴിക്ക് നടത്താൻ വേണ്ടി ഓരോ നിയമങ്ങൾ, പാപം ചെയ്യരുത് എന്നാണ് പഠിപ്പിച്ചത്. ഞാൻ ഒരു മതവിശ്വാസിയല്ല. എന്നിരുന്നാൽ പോലും ഒരു മതവും മോശമാണെന്ന് പറയാൻ എനിക്ക് ഇതല്ല. കാര്യം അടിസ്ഥാനപരമായിട്ട് ഓരോ മതത്തിൻ്റെ ഉദ്ദേശം അക്കാലഘട്ടത്തെ, ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നേർവഴിക്ക് നയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും കാണുമായിരിക്കും. അപ്പം അങ്ങനെ ലക്ഷക്കണക്കിന് ദൈവങ്ങളുണ്ട്. അതൊക്കെ അവിടെ വിടാം. നമുക്ക് ഇതല്ല നമ്മുടെ സബ്ജക്റ്റ്. പക്ഷേ ഇന്ന് ജസ്ന അവിടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അതിനകത്ത് ജസ്ന പറയുന്നതിനകത്ത് ഒട്ടി യോജിക്കാവത്തില്ല. കാര്യം ഏകദേശം ജസ്നയെ ഒരു 10-18 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഒട്ടും ജെനുവിനിറ്റി ഇല്ലാത്ത കാര്യം. ഇതിനകത്ത് പലതും പോലീസ് സ്റ്റേഷനിൽ തള്ളിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇവർ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ അവർ പറയുന്നു. സോ അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമല്ല. അവരാ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അവർ ആ രീതിയിൽ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിക്ക് ഇത് പറ്റുകയാണെങ്കിൽ, ആ ഇതിൽ തോൽക്കുകയാണെങ്കിൽ, ഇതാണ് ചെയ്യേണ്ടതെന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്തത് 100% തെറ്റാണ്. പിന്നെ ഇവർ ഈ എന്താ പറയുന്നത്, എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ചില ആൾക്കാരുണ്ട്, അത് ഞാൻ ജസ്ന അങ്ങനെ ചെയ്തു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ദേഷ്യം വരുമെന്നെങ്കിൽ ഈ പറയുമാതിരി മരം വെട്ടുകാരന് മുതൽ, ജസ്ന പറയുന്നതാണ് കേട്ടോ, മരം വെട്ടുകാരൻ മുതൽ തുടങ്ങി 18ഓളം പേർക്കെതിരെയാണ് ഇവർ പീഡന പരാതി കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ പറയുവാണ്, എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഉടനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നത് ചില സ്ത്രീകളുടെ, അതും വ്യക്തിത്വമില്ലാത്ത സ്ത്രീകളുടെ ലക്ഷണമാണ്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ നാട്ടിലും നാട്ടും പുറത്തൊക്കെ കാണാറുണ്ട്. ജയിക്കാൻ വേണ്ടി ഈ നാഗെ പ്രവൃത്തി കാണിച്ചിട്ട് അവർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരരുത്. പിന്നെ എന്താ പറയുന്നത്, ഇവരുടെ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കുഞ്ഞിനെ ബേസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരെ ബേസ് ചെയ്ത് മാത്രമായി ഈ കാര്യങ്ങൾ. അതെന്താ, കുഞ്ഞിൻ്റെ ഭാവിയെ പറ്റി പിന്നെ ജസ്റ്റിനൊന്നും സംസാരിക്കാനില്ലേ? പിന്നെ ജസ്ന വരയ്ക്കുന്ന ചിത്രങ്ങൾ ഭയങ്കര മോശമാണെന്നോ ഏറ്റവും നല്ലതാണെന്നോ എനിക്ക് പറയാനില്ല. കാര്യം സാധാരണ ഒരു ചിത്രം, അത് അവരവരുടെ ഇഷ്ടമാണ്. അവരെ ഇഷ്ടമുള്ള കണക്ക് പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ നിങ്ങളെല്ലാവരും ഓരോരുത്തരും കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കുക, എല്ലാം ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ജസ്ന ആ പടം വരയ്ക്കുന്നത് ഫ്രീ ആയിട്ട് ആർക്കും കൊടുക്കാൻ വേണ്ടിയല്ല, ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിനെ പരിപോഷിക്കാൻ വേണ്ടി അവർ ഭക്തി കാണിക്കും. ആ ഭക്തിയിൽ പോയി വീടുന്ന ആൾക്കാർ മണ്ടന്മാർ. അല്ലാതെ ഇതൊന്നും യഥാർത്ഥ ഭക്തിയൊന്നും അല്ല എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ള കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. അപ്പം ജസ്നയുടെ ഈ ഭക്തി ആർക്കും ദോഷവും ചെയ്യുന്നില്ല, ഗുണവും ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതെന്തെങ്കിലും സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.